നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കോട്ടണിൽ ബാട്ടിക്കിൽ വരുന്ന കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് വൺ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂ ഷെയ്ഡിൽ ഇതേപോലെയാണ് ബാട്ടിക് ഡിസൈൻ വരുന്നത്. ഇത് ഒറിജിനൽ വാക്സ് ബാട്ടിക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. ഓൾ ഓവർ ടോപ്പിൻ്റെ മെറ്റീരിയലിൽ ഓൾ ഓവർ സെയിം ഡിസൈനാണ്. ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് വരുന്നത്. ഇതൊരു 42 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട്. അതേപോലെ ഇതിൻ്റെ വിട്ട് നല്ല വിട്ടാണ്. 43 ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പം ഇതിലും കൂടുതൽ 42 ഇഞ്ചിലും കൂടുതൽ ലെങ്ത് ആവശ്യമുള്ളവർക്ക് സൈഡിൽ നിന്നും ഷോൾഡർ ജോയിൻ ചെയ്തോ അല്ലെങ്കിൽ താഴെയായിട്ട് പടി പോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ലെങ്ത് കൂട്ടിയെടുക്കാം. 43 ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് വരുന്നത്. ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ വരും. സെയിം ടോപ്പിന് എത്രയാണോ മെറ്റീരിയൽ മെഷർമെൻറ്റ് വരുന്നത് അത്രയും തന്നെ ബോട്ടത്തിനും ഉണ്ട്. ബോട്ടത്തിൻ്റെ മെറ്റീരിയലും 43 ഇഞ്ച് വിട്ടിൽ ഉള്ള മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത്. സെയിം കളറാണ്, ടോപ്പിൻ്റെ സെയിം കളറിൽ, ഡിസൈനിൽ ചെറിയ വ്യത്യാസം. ഇതും ഒരു ടോപ്പ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം, അതിനുള്ള മെറ്റീരിയൽ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ദുപ്പട്ട. ദുപ്പട്ട നല്ല സോഫ്റ്റ് മൽക്കോട്ടൺ ആണ്. ഇതേപോലെ ദുപ്പട്ടയുടെ സെൻറ്ററിൽ ബോട്ടത്തിൻ്റെ ഡിസൈനും താഴെയായിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ ടോപ്പിൻ്റെ പ്രിൻറ്റുമാണ് വരുന്നത്. അടുത്തത് ഒരു പീച്ച് ഷെയ്ഡാണ്. ഫസ്റ്റ് കാണിച്ചതിൽ നിന്നും ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. സെയിം ആണ്, മെഷർമെൻ്റ് എല്ലാം ഫസ്റ്റ് കാണിച്ച അതേപോലെ തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ലെങ്തും വിഡ്ത്തും എല്ലാം ഫസ്റ്റ് പറഞ്ഞ അതേ സെയിം തന്നെയാണ്. ഇത് ഓൾ ഓവർ സെയിം ഒരേപോലത്തെ ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ഫ്രോക്ക് ടൈപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന ബോട്ടം. ഇങ്ങനെ വരും. ഇതേപോലെ ചെറിയ രീതിയിൽ ഇത് വാക്സ് ആണ്. ഇത് നമ്മൾ അയൺ ചെയ്യുമ്പോൾ പോകും. ഇതേപോലെ വരുന്നതാണ് വാക്സ് ബാട്ടിക്കിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം പീസ് വരുന്നത്. ബോട്ടത്തിൻ്റെ ക്ലോത്തും പ്യുവർ കോട്ടൺ തന്നെയാണ്. അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ലൈനിങ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ തിക്നെസ്. ഇതേപോലെ കുറച്ചുകൂടെ തിക്നെസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ദുപ്പട്ട. ദുപ്പട്ടയുടെ കളറ് സെയിം, ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെയും ദുപ്പട്ടയുടെയും കളർ ഒരേപോലെയാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൺ ആണ് ദുപ്പട്ട. അടുത്ത കളറ് ലൈറ്റ് പിങ്ക് ആണ്. അതിൻ്റെയും ഡിസൈൻ വ്യത്യാസമാണ്. ഫസ്റ്റ് കാണിച്ച രണ്ട് ഡിസൈനിൽ നിന്നും വ്യത്യാസമാണ് ഡിസൈന്. ഇതാണ് ടോപ്പ്. മെഷർമെൻറ്റ് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്, സെയിം ആണ്. ഇങ്ങനെ വരും ബോട്ടത്തിൻ്റെ ഡിസൈൻ. ഇതാണ് ദുപ്പട്ട. സോഫ്റ്റ് മൽക്കോട്ടണിൽ വരുന്ന ദുപ്പട്ട. ഇത് നല്ല ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ്. സെക്കൻഡ് കാണിച്ചതൊരു പീച്ചാണ് ഷെയ്ഡ്. ഇത് രണ്ടും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. ക്യാമറയിൽ ഏകദേശം ഒരേ കളർ പോലെയാണ് കാണിക്കുന്നത്. ഇത് ലൈറ്റ് പിങ്കും ഇത് പീച്ചുമാണ് ഷെയ്ഡ്. അടുത്തത് കാന്ത കോട്ടണിൽ ബാട്ടിക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് മെറ്റീരിയൽ. ടോപ്പ് ഇതേപോലെ ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡാണ്. ഫ്രണ്ടിൽ ബാട്ടിക്കിൽ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പിൻ്റെ മെറ്റീരിയലിന് 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അതേപോലെ ലെങ്ത് ഒരു 45-46 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. ഏത് സൈസിലുള്ള ടോപ്പ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ. ബോട്ടം കംപ്ലീറ്റ്ലി ബാട്ടിക്കാണ് വരുന്നത്. ഫുള്ള് ഓൾ ഓവർ ഇതേ ഡിസൈനാണ് ബോട്ടത്തിൻ്റെ പീസ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുള്ള മെറ്റീരിയൽ ഉണ്ട്. നല്ല വിട്ട് വരുന്ന മെറ്റീരിയലാണിത്. സെയിം ടോണിൽ വരുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയും നല്ല സോഫ്റ്റ് മൽക്കോട്ടണിൽ ഇതേപോലെ ബാട്ടിക്കിൽ വരുന്ന ദുപ്പട്ട. ഇങ്ങനെ വരും ദുപ്പട്ട. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഈ ലാസ്റ്റ് കാണിച്ചിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ഒറ്റ ഒരു കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 799 ആണ്. ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഈ 3 കളർ ഷെയ്ഡിൽ വരുന്ന ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ്. ഇത് 3 കളർ ഷെയ്ഡിലാണ് അവൈലബിൾ.
അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ മെറ്റീരിയലിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.